ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഞെട്ടിയില്ല. ഇവര് കുറച്ച് നേരമായിട്ട് ഇക്കള് വന്നിട്ട് നിർത്താൻ പറ്റുന്നില്ല. ഒന്ന് ശ്രമിക്ക്, ട്രൈ ചെയ്യും. ഞാൻ എങ്ങനെ നിർത്താൻ? ഇങ്ങനെ പിടിക്കും, ഇവിടെ കൊണ്ടുവന്നു. നീ എന്നെ കൊല്ലാനുള്ള ഇവിടെ കൊണ്ടുവന്നു. എന്ത് ഇവിടെ കൊണ്ടു നോക്കാനാ ഈ പറയണേ? ഈ ഇക്കള് എന്നിട്ട് വിഴിഞ്ഞ വീട് കാലിന്റെ തള്ളവരിൽ പോയി നിക്കണത്. എന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് ഞെട്ടണം അടയ്ക്കും. ആ മുട്ടിന്റെ അവിടെ എത്തിയപ്പോ നിന്നു. അതേ മുകളിലേക്ക് തന്നെ കയറിയായിരുന്നു. എന്തായാലും എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തന്റെ കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മുത്തേ പറയൂ. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് തമിഴല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ. ആവേശം ചോർന്നല്ലോ. ഹണ്ട്. ഗെറ്റ് റെഡി ഫോർ ദ ഹണ്ട്. ഹണ്ട് സിനിമയുടെ OTT റിലീസ് ഡേറ്റ്, അതായത് ഭാവന പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. ഷാജി കൈലാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ മനോരമ മാക്സിൽ വരുന്നുണ്ട് മെയ് 23 OTT-യിൽ. മെയ് 23. ഹണ്ട് അന്നായിരുന്നു എപ്പോഴും അങ്ങനെ പറയുമ്പോലെ ഹണ്ട്. അടുത്തത് കിങ്ഡം. പറഞ്ഞു വെച്ച ഇക്കള് അത് വന്നോട്ടെ, അത് നല്ലത്. പറ. സിനിമ മെയിൽ നിന്ന് ജൂലൈയിലേക്ക് മാറ്റി എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗൗതം തിന്നാനൂരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ടുള്ള വന്നിട്ടില്ല, നോക്കാം. റൂമേഴ്സ് മാറ്റി എന്നുള്ള റൂമേഴ്സ് വരുന്നു, അതാണ്. അടുത്തത് സന്തനം GVM മൂവി. ഗൗതം മേനോൻ നെക്സ്റ്റ്. ആള് അടുത്തതായിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. നായകനായി വരുന്നത് സന്താനാണെന്നുള്ളതാണ് കേട്ടത് കേട്ടോ. അതായത് ഗൗതം മേനോന്റെ രീതിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആള് ലാസ്റ്റായിട്ട് അഭിനയിച്ച ആരുടെ അല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല അഭിനയിക്കുന്നത്. ബസൂക്കയിൽ അഭിനയിച്ചു. അപ്പോൾ മമ്മൂക്കയെ പിടിച്ചിട്ട് ഡൊമിനിക് ചെയ്തു. ഇപ്പൊ സന്താനത്തിന്റെ കൂടെ DD-യിൽ അഭിനയിക്കുന്നു, DD നെക്സ്റ്റ് ലെവലിൽ. അപ്പോൾ ആളെ നായകനാക്കി ഒരു സിനിമ പറഞ്ഞ് സിനിമ അങ്ങ് കൺവിൻസ് ചെയ്ത് സിനിമ പുറത്തു വരുന്നു. എന്തായാലും ഈ DD നെക്സ്റ്റ് ലെവലില്ലേ, അതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കരുതുന്നത്. അപ്പം രണ്ടുപേരെ കൺവിൻസ് ചെയ്തു. രണ്ടുപേര്. അടുത്തത് നിവിൻ പോളി അഖിൽ സത്യൻ മൂവി. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷെഡ്യൂള് നെക്സ്റ്റ് മന്ത് ആണ് ഇനി ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ടൈമിൽ ബേബി ഗേൾ മിക്കവാറും തീർന്നേക്കാം. ജനനായകൻ. ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ് ജനനായകൻ. H. വിനോദാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ജനനായകൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ ടീസർ 22 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ജൂൺ 22. തകർക്കൂല നമ്മള്. എന്തായാലും ആളുടെ ഇതിന് മുൻപുള്ള, അതായത് ലിയോയൊക്കെ വന്നില്ലേ, ആ ഒരു ലെവൽ ഉണ്ടാവില്ല, അത്ര ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ. പക്ഷെ മേ ബി ആളുടെ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് മേലെ കയറാനും ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് TVK എന്നുള്ള ടാറ്റു ആളുടെ കയ്യിലുണ്ടാവും എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. ഇത് അടുത്ത കീഴെടുത്തതല്ലേ? നീ പറ. കിസ്. കവിൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. സതീഷ് കൃഷ്ണനാണ് സിനിമ. റിട്ടേൺ ആൻഡ് ഡയറക്ഷൻ. അടുത്തത് തമിഴ് പോരട്ടെ. 2 കിട്ടിയില്ലേ? ഇപ്പം 2 കിട്ടിയിട്ടുണ്ട്. ഇത് പോയി. അൽഫോൺസ് പുത്രൻ, വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി. അതായത് നിവിൻ പോളി ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ്റെ കൂടെയും ഒരു സിനിമ ഉണ്ട്, പിന്നെ അൽഫോൺസ് പുത്രൻ്റെ കൂടെയും ഒരു സിനിമ ഉണ്ട്. എത്ര സിനിമയാണോ രണ്ടുപേരും? നിവിൻ പോളി എത്ര സിനിമയാണോ? രണ്ടുപേരും നിവിൻ പോളിക്ക് വൻ ഹിറ്റോ സംവിധായകരാണ്. ഇത് ഞാൻ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണെന്നൊക്കെ പറയെങ്കിലേ ഡയലോഗ് അല്ല, ആള് വെട്ടിക്കൊടുത്തത് ഇവരൊക്കെ. അടുത്തത് മിറാഷ് സിനിമ ഓണം റിലീസ് ആയിട്ടാട്ടോ എത്തുന്നത്. അപ്പൊ ഓണത്തിന് എത്ര സിനിമകളാ? ഹൃദയപൂർവ്വം, വിലായത്ത് ബുദ്ധ, മിറാഷ്, മുദ്ര, പിന്നെ 4 ഇനിയുണ്ട്. അതായത് പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ ഉണ്ട്, ലാലേട്ടൻ നായകനാവുന്ന സിനിമ ഉണ്ട്, ഫഹദ് നായകനാവുന്ന സിനിമ ഉണ്ട്, ആസിഫ് അലി നായകനാവുന്ന സിനിമ. എന്തോന്നത്? ഇനിയും ഉണ്ടാവും, നോക്കിക്കോ. ഇനിയും റിലീസുകൾ പ്ലാൻ ചെയ്യും. ഓക്കെ, അടുത്ത കിഴി.
വളരട്ടെ വരട്ടെ. MMN. ഓക്കെ. ഒരു എം പറഞ്ഞല്ലേ? MMN. ഓക്കെ. ഇനി ഒന്നും പറഞ്ഞാൽ അതും ഞാൻ ഓക്കെ എന്ന് പറയും. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ ഓക്കെ പറഞ്ഞു. നീ എങ്ങനെയൊക്കെ മുന്നോട്ട് പോട്ടെ. ശരിയാക്കി പോട്ടെ. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്രേക്ക്. ഓക്കെ. ഇനി വീണ്ടും അടുത്തതായിട്ടുള്ളത് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചതിന് ശേഷമാണോ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള അറിഞ്ഞൂടെ കേട്ടോ. അടുത്ത ഷെഡ്യൂൾ എന്തായാലും ഇപ്പോൾ ബ്രേക്കാണ്. പിന്നെ സുധി കാതലല്ലേ, അതായത് കോഴിക്കോടുള്ള സുധി, നമ്മുടെ കാതൽ സിനിമയിൽ അഭിനയിച്ച ആളിതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. സ്റ്റില്ലുണ്ട്. അടുത്തത് പറട്ടെ. തരുൺ മൂർത്തി ലാലേട്ടൻ മൂവി ഇനിയും. അതായത് ലാലേട്ടന്റെ ഓപ്പൺ ഡേറ്റ് ആണ് തരുൺ മൂർത്തിന്റെ കയ്യിലുള്ളത്. നല്ല സ്ക്രിപ്റ്റ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും തുടരും സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നത് വേണം. അത് വേണമല്ലോ, അതൊരു ചലഞ്ചായി. ചലഞ്ചാ, ഇനി അതിന്റെ മുകളിൽ തന്നെ സാധനം വേണം. അതെ. എന്തായാലും ആ ഒരു കോംബോ വീണ്ടും വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അടുത്ത കിഴി മഹാരാജ 2, വിജയ് സേതുപതി നായകനാവുന്ന സിനിമ. ആളുടെ മഹാരാജ 1 ഉണ്ടായിരുന്നില്ലേ, വമ്പൻ ഹിറ്റായിരുന്നു. അതിന്റെ 2ാം ഭാഗം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ. നിതിൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്യുന്ന സിനിമ. സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ അണ്ടർഗ്രൗണ്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയില്ല ഏത് ലെവലിലേക്കാണെന്ന് അറിഞ്ഞു കൊടുക്കും. അടുത്തത് ബേബി ഗേൾ. ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത്. അതിലും ഞാനായിരുന്നു എടുത്തത്. ആയിരുന്നല്ലേ? ശരിയാ, നിന്നെ നിയോഗിക്കപ്പെട്ടതാണ് അതിന്. ബേബി ഗേൾ പറഞ്ഞോ. എന്താണെങ്കിലും കിട്ടുന്നവർ കൂടുതൽ സ്വർഗത്തിലെത്തുന്നൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പോകും. എന്തായാലും നിവിൻ പോളി ജോയിൻ ചെയ്തു എന്നാട്ടോ കേൾക്കുന്നത്. വീണ്ടും ഷൂട്ട് തുടങ്ങി. ന്യൂ ഷെഡ്യൂൾ. അരുൺ വർമ്മയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ബോബി സഞ്ജയ് ആണ് സ്ക്രിപ്റ്റ്. ഓക്കെ. അല്ല, ഇതിന്റെ സെറ്റിൽ നിന്നല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ തീർച്ചയായിട്ടും. ഓക്കെ. അടുത്ത ജയിലർ 2 തൂക്കി. ജയിലർ 2 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ രജനികാന്ത് ഈ സിനിമയ്ക്ക് വേണ്ടി 260 കോടി പ്രതിഫലം വാങ്ങുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. എത്ര? എവളോ? 260. GST ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നാലും ഒരു 190 കോടി. എന്താ 190 കോടി ഒരു നോർമൽ മനുഷ്യന് കിട്ടുകയാണെങ്കിൽ 190 വർഷം ജീവിക്കും. ഒരു വർഷത്തിന് 1 കോടി വേണം. 1 കോടി അല്ലല്ലോ, 1 ലക്ഷം വെച്ചല്ലേ പോകുള്ളൂ. 190 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കുറേ പൈസ കിട്ടിയിരിക്കോ. നമ്മളെന്താ മാക്സിമം ചെയ്യാ? ഇതല്ലേ നമുക്ക് ആകെ സന്തോഷം. കൊറേ തിന്നും, കൊറേ അതിലേക്ക് നടക്കും. ഞങ്ങൾക്ക് വേറെന്താ, പിന്നെ കൊറേ ഡ്രസ് വാങ്ങും. സിനിമ കാണുന്നുണ്ട്, അത് നടക്കുന്ന ഡ്രസ് വാങ്ങും, കൊറേ ഡ്രസ് വാങ്ങുമായിരിക്കും. പിന്നെ അങ്ങനത്തെ വാച്ച്, അങ്ങനത്തെ കൊറേ ഐറ്റംസ്. അതെ. വേറെ എന്താ? അപ്പൊ ഇതൊന്നും കിട്ടിയിട്ടും കാര്യമില്ല നമുക്കൊന്നും. 10 പൈസ കിട്ടാത്തത് ഒരു എയിം വേണമെന്ന്, ഒരു സാധനം ചെലവാക്കുന്നതിന് പോലും ആഗ്രഹം വേണമെന്നാണ്. ശരിക്കും അഹങ്കാരിയായി ജീവിക്കണല്ലേ. എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, ഷാറുഖ് ഖാന്റെ റൂമിൽ ഒരു തവണ കഴിയണം, അങ്ങനെയൊക്കെ ചിന്തിക്കണം. എന്നാലേ ഇപ്പൊ എന്തെങ്കിലും കിട്ടുള്ളൂ തോന്നുന്നു. എന്താണെങ്കിലും പോലെ ശരിയാ, ഷാറുഖ് ഖാന്റെ റൂമിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ജയിൽവാസം. അതെ, ആവശ്യത്തിനുള്ളത് തന്നെ കിട്ടും. നമ്മുടെ സൈഫ് അലി ഖാന്റെ റൂമിലൊന്ന് കഴിഞ്ഞതിന് തീരുമാനമായതാ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. എല്ലാ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.